സൂപ്പർമാൻ 3 സ്കൂപ്പൊക്കെ കൊടുക്കേണ്ടി വരും. ഓ നമുക്കാണ് ഉറങ്ങാനില്ല. ഒറ്റ പ്രശ്നമുള്ളൂ, രാത്രി ഉറക്കം കിട്ടണില്ല. ശത്രുക്കൾ വേണം. ആരാ വീഡിയോ എടുത്ത് തരാ? പിന്നെ ഞാൻ അങ്ങനെ സപ്പോർട്ടെല്ലാം ആക്കുക. നിങ്ങൾ ആരാ ഈ ഫീൽഡ് ആരെയും നിങ്ങൾക്ക് പറഞ്ഞത്? കേട്ടില്ല ഒന്നുമില്ല. അല്ല അല്ല ഇതിപ്പോ 3 സെറ്റ് ആയില്ല. അതുപോലെ 3 സെറ്റ് വേണം. ഇതെന്ത് കയ്യ കാലാ? ജസ്റ്റൊക്കെ ഗതമായിരിക്കണം. ഈ ഇവിടുത്തെ ശത്രുക്കളായിട്ട് രണ്ടാളും, ചേച്ചിയും ചേട്ടനും. പാർട്ണർഷിപ്പ് അതെ നമ്മളെ സൈഡ് കൂട്ടും. മസിൽ ബ്ലേസർ പാർട്ണർഷിപ്പ് എന്ന ആഴ്ചയിൽ സ്റ്റാക്സ് 18,000 റുപ്യ സാധനം അയച്ചുതരാം. നല്ല ഐഡിയ ഉണ്ടോ? അതിലൊന്ന് മതിക്ക്, ഒന്നും ബാക്കി 8 നിങ്ങൾ എടുത്തു. ഈ പ്രീ വർക്കൗട്ട് ഇത് ഒന്നും കാണും, ഇതേമാതിരി ഇടൂ. ഇത് അതേമാതിരി പോവും. എന്താ പാട്? സുഖല്ലേ? വളരെ സുഖം. വിശേഷങ്ങളൊക്കെ പറയും. വീഡിയോ എടുക്കുക കേട്ടോ. വീഡിയോ എടുക്കുന്ന ഞാനില്ലാതെ ഇത് കഴിഞ്ഞ അബു ജീവനോട് ഉണ്ടാവും കാണാട്ടോ. ഒക്കെ കണ്ടറിഞ്ഞാണ്. അച്ചോ ഈ എക്സ്റ്റൻഷൻ കൂടെ ഞാൻ ജീവനോട് ഉണ്ടാവും. ഇല്ല, അടിച്ചു പൊട്ടിക്കുമ്പോ ദിസ് ഈസ് നോട്ട് ലെഗ് ഡേ, ദിസ് ഈസ് ഡെത്ത് ഡേ. അച്ഛന് ഞാൻ എത്ര ഔലിസും കൊണ്ടാ വാങ്ങി കൊടുത്തത്. ഞാൻ നന്ദി കേൾക്കടാ. ചേളാരി പാലത്തിന്റെ അടിയില് റോസി, ചേളാരി പാലത്തിന്റെ റോസി എന്നാ പറയുന്നത്. അടി ഓക്കെ ഈസി. 1 2 3 4 5 6 7 8 ഓക്കെ സ്റ്റോപ്പ്. 1 ചെക്കൻ പുലിയാട്ടോ ഗൈസ്. ഇപ്പം വിചാരിച്ച പോലെ തന്നെ അല്ല. ജനറ്റിക്സ് തന്നെ വേറെ. 10 ഈസി ഈസി പോ. ടു സ്റ്റോപ്പ്. 3 4 5 അതെ പോടാ. 6 7 8 കഴിഞ്ഞു. രണ്ടരല്ല 10 രണ്ടരടി. ഞാൻ തന്നെ കാണിക്കുന്നത്. 10 1 2 ഓക്കെ. പതിനാലോ ഫോട്ടോ വെയിറ്റ്. പതിനാലടി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാല്ല. ഈ നായ്ക്കള് ഞമ്മ ഇരപ്പാക്കി. നല്ലൊരു വ്ലോഗെല്ലാം കൂടി ഇരപ്പള്. നീ കയ്യടാ ജെബി കട പേടികളൊക്കെ എടുത്തിട്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് ഇക്കൊന്നും വേണ്ടേ? മൈക്ക് ഫിനിഷ് ചെയ്യാനായിട്ടോ വെറും 3 സെറ്റ്. ഓ ഗായ്സ് ഫേസ് തന്നെ കണ്ടില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പേഴ്സണെ പിടിക്കാം.
ഒക്കെ ഉടായ്പക. സത്യമായിട്ട് വയ്യടാ, നെക്സ്റ്റ് ഇയറാട്ടോ അത്. സത്യമായിട്ട് ചത്തര്. എത്ര ആദ്യം 50 ഓക്കെ വരാം. മുത്തുമണി ആദ്യം 55 60 അവിടുന്ന് വെയിറ്റ് കിട്ടുമ്പോ തലക്ക് അയ്യോ നീക്കാക്കട്ടെ. അപ്പോ അത് നീക്കാ നല്ലതാവും. കറക്റ്റാ വരണ അച്ചു അങ്ങോട്ട്. ഓടാൻ വെയിൽ ഓടി തരെ പോയി. അണ്ണാ കളി വരപ്പെട്ട എന്ത് ഫുള്ള് കഴിഞ്ഞാൽ ഓനെ ഏൽപ്പിച്ചതാ. അപ്പോ നാളെ ലീവല്ലേ? നാളെ പണിയുണ്ട്. പ്രീ വർക്കൗട്ട് അടിച്ച ഒരാളല്ലേ? എന്ത് ചൊറിന് ചേർത്തിട്ട് എനിക്ക് ചൊരണത് കയറുമോ? മോൾക്ക് ചൊറിഞ്ഞിടൂ. ചോന്ന എങ്ങായി ആ മിറർ നോക്കി. അതിന്റെ ജനറ്റ് വേണ്ടി ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ചുവന്ന ശരീരം വെളുത്ത തൊടുത്തുമുള്ള ഒരു ബോഡിയാണിത്. ഇവനാ അച്ചോ എന്റെ മറ്റേ കൈലാസ് ഭവൻ ഞാൻ വ്ളോഗ് കാണിച്ചു കൊടുക്കട്ടെ. ആ ഫോട്ടോസൊക്കെ സീനാവൂലേ? എന്റെ ഫോട്ടോ കുഴപ്പമില്ല, ഞാൻ ബ്ലർ ചെയ്യും. എന്റെ മാത്രം. ഇതാണ് നമ്മളെ ഗൈസ്. നമ്മൾ ജിമ്മ് ട്രെയിനറാണ്. ട്രെയിനർ ജിമ്മൊക്കെ നോക്കിയാ എന്താ കാലാ മതില. ഇതാണ് ഞങ്ങളെ കോച്ച്, കണ്ടില്ലേ? കയ്യും കാലും ജസ്റ്റ് ഒക്കെ ഒരേ മരില്ലേ? ബാക്കിയൊക്കെ ഒരേ. ആളെന്നെ പറഞ്ഞു, ആളെന്നെ ചിരിക്കണേ. ഇന്നത്തെ കോമഡി ആയത്. മറ്റേ താത്ത വന്നപ്പോഴേ സങ്കടം പൊട്ടിക്കുമ്പോ മറ്റാള് എന്താ താത്ത സങ്കടം പൊട്ടിക്കുന്നു? എന്റെ പേരത്ത് തത്വം കാണാതായി. എന്റെ പേരത്ത് തത്വം കാണാതായി. അതില് കൊറേ ഇതില്ലടാ. എന്താ നമ്മള് ഐഫോണിന്റെ സി ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സി അതിൽ യൂസ് ചെയ്യാൻ നേരിടും. അല്ലാതെ മറ്റേ സാധനം കുത്താ ഇല്ലേ? ആ സാധനം ഉണ്ടോ? ഞാൻ നാളെ മുതലും ഉണ്ട് എന്റെ ഫോണിൽ വീഡിയോ എടുക്കാം. പക്കാ സാധനം എടുക്കാം. അത് സൽമാനിൽ ആ സാധനം ഇടൂ. നാളെ കൊണ്ടിരിപ്പിക്കാം. നാളെ സാധനം കൊണ്ടുവരോ? ആ മറ്റേ റൗണ്ട് മാഗ്നറ്റ് ഔട്ടുമൊക്കെ സെറ്റ് ആവൂലേ? സംബന്ധിച്ചാൽ ഇത് ബ്ലോഗ് ഒക്കെ മെമ്മറീസാണ്. നാളെ നമ്മൾ ഇവിടുന്ന് പോയാലും എൻ്റെ യൂട്യൂബിൽ ഈ ഒരു ബ്ലോഗ് ഉണ്ടാവും. ആരും കണ്ടാലും കണ്ടില്ല എന്നല്ല, നമ്മളെ ബ്ലോഗ് മെമ്മറീസ് എടുക്കും. എല്ലാവരും ബ്ലോഗാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഇവരെന്തോ കലക്കി തന്നത്. കയ്യും കാലൊക്കെ ചൊറിയുണ്ട്. ചോറ് പറയണ്ട. എന്താ പറയണ്ടേ? എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മുണ്ടിയങ്കാവ്. എൻ്റെ നാട് എൻ്റെ പേര് റോഹിൻ എന്നാണ്. ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട്. മറ്റുള്ളവർക്ക് എൻ്റെ പേര് റോഹിൻ എന്നാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വന്നതാണ്. ചില സ്പെഷ്യൽ വർക്കൗട്ടിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണ്. എന്താണ് അത് ഇതിൽ കാണിക്കാൻ? പുള്ളി അങ്ങനെ പറഞ്ഞാലും എന്താ പറയാ, ഞാൻ മാവുള്ള മാങ്ങുള്ള മാവുമ്മലെ അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമില്ല. നമുക്കതൊന്നും വിഷയമുള്ള കാര്യമല്ലേ? അല്ല, ഞാനത് നെവർ മൈൻഡ് ആക്കി വിടുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ആ സാധനം അടിച്ചിട്ട് നേരൊക്കെ ചോറുണ്ട്. എന്ത് സാധനം? ചെകുത്താന്റെ പേരും ചോദിച്ചിടൂ. തലല്ല എന്റെ മുഖം. എന്താ എന്റെ മുടിയൊക്കെ ഇങ്ങനെ സിമെന്റിൽ മുഖ്യമായി സിമെന്റ് കഴിഞ്ഞു തരാ, പണി കഴിഞ്ഞു തരാ. പണി കഴിഞ്ഞ സിമെന്റ് ആവൂലേ? വേറെ സി ആ സാധനം അടിച്ചിട്ടില്ലേ? ഇവിടെ ഫുള്ള് ചൊറിച്ച് ഇവിടെയൊക്കെ ചൊറിയും. അത് നമുക്ക് ഇത്ര ഒരു സ്കൂപ്പ് മൊത്തം കഴിച്ചു തോന്നുന്നു.
ഞാനാണെങ്കിൽ ആ പരിപ്പൊരു പുല്ലും അടിച്ച് കുടിച്ച് ചെയ്ത് ഇതിപ്പോ എങ്ങനെ ഇറക്കും? അന്ന് ഞങ്ങൾക്ക് മാത്രമല്ല തൊലി പോയത്, നമുക്ക് പോയത്. അല്ല ഇത് തൈര് കുടിച്ചാലേ ഇറങ്ങോ? ഞാൻ ചോദിക്കാം, പ്രീ വർക്കൗട്ടിന്റെ എഫക്റ്റ് തൈര് കുടിച്ച് ഇറങ്ങുമോ ചോദിക്കാം. ഇതൊന്ന് സാധനം ഇക്ക് കുടിച്ചെടുക്കാല്ലേ. അവിടെ നമ്മളെ ചെക്കൻ്റെ കളിയുണ്ട്, പോവാക്ക വരി. അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വ്ളോഗ് കാണണമെങ്കിൽ ഇനിയും എന്ത് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടി. ഇതൊക്കെ കള്ള പന്നി റോഹിൻ പോവാണല്ലോ. ആ നായി പോവാ, അണ്ണാ പോവാ പോവാ പറഞ്ഞിട്ട് പോയിക്കോളി. നമ്മളെ പോവാണെങ്കിൽ നിങ്ങൾ യാത്ര പറഞ്ഞിട്ട് പോയി. പ്രോട്ടീൻ ഇൻടേക്ക് വേണം. അപ്പോൾ കുറച്ച് പ്രശ്നത്തിലാണ്. എന്താണ്? ഞാൻ ബോഡി ഒന്നും എൻ്റെ ഒരു ഫോർമേഷൻ ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. എൻ്റെ ID എന്ന് പറഞ്ഞാൽ ബീയിങ് റോഹിൻ എന്നാണ്. അതിൽ നോക്കിയാൽ ചുളിവിൽ പോളിസ് കേട്ടില്ലേ? അല്ല എന്താണ്, ഞാൻ നിങ്ങളെ അടുത്തൊക്കെ എത്തുമ്പോഴേ നമുക്കൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. നിങ്ങളെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി ഫോളോവേഴ്സാണ്. അന്ന് ഷൂ കാണിച്ചു നോക്കി, ഷൂക്ക് പറ്റിയ ഷൂ. ഓഫീസിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ശരി നാളെ വേട്ടാ അണ്ണാ. കളി കഴിഞ്ഞ് പെരെ പോട്ടെ വേണ്ടല്ലേ. എന്നാ ദിലുവിൻ്റെ കളിയാണ്, പോകാക്കട്ടെ. ചെക്കന്മാർ പേരും കട്ടി അവിടെ. ഇവരെ കളി കഴിഞ്ഞാ എന്ത് കളിയാടോ? അതെന്താ ഞാൻ റെസ്റ്റാ കട്ടിൻ്റെ റെസ്റ്റ് കിട്ടാ. ഇവന് വല്ലാണ്ട് കളിപ്പിക്കാൻ കേട്ടോ. ഇവന് കിച്ചക്കന് തീരെ സ്ട്രാമ്പിനും വിചാരിക്കും. ഗതം പോലെ ആവണം കാലൊക്കെ. അത് മുറല്ലോ ചോദിച്ച് അങ്ങനെ മഞ്ഞയിലെത്തി. ഇഞ്ചറി നോ മാറ്റർ. ഏ ഡോക്ടറാ? ആ മറ്റേ ഇവിടെ ഉള്ളവല്ലേ കോയാസില്. ചന്തി പൊന്തിക്കാനല്ലോ പറഞ്ഞേ, കാലി ഇതെന്താ ഇതായിരിക്കും അതിങ്ങനെ പൊന്തിച്ച് വെച്ചത്? ഓട്ടോറിക്ഷ കാറ്റ് വലിപ്പിക്കുക. അതെ അടുത്ത ഇറങ്ങി ഇവിടെ നോക്കി അവൻ്റെ കയ്യാനേരെ ഉറങ്ങാക്ക്. അമ്മോ ചോന്ന് അതെ അച്ഛോ മോക്കെ ചോന്നില്ലേ അടിച്ചിട്ട് ആകെ മാറി വരും. മോക്ക് പൈസ മാറിക്കോണ്ട. ബ്രോ അടി 60 അടി ഫസ്റ്റ് അടിച്ച് വെയിറ്റിട്ടോ. 2 3 4 6 7 8 9 10. നൈസ്. ഓക്കെ ലാസ്റ്റ് സെറ്റ് ആണ്. കറക്റ്റ് ഫോമിൽ അടിക്കണേ. ലാസ്റ്റ് 1 2 3 ടൈറ്റാക്കി അടി. പമ്പാണല്ലോ ഇതിൽ. നോ അടി 9 10. Two more 1 2. Oh മോഹിമാരെ കേളുണ്ടല്ലോ ഈ അടിച്ചോ. 12 ഇനി 14 14 ആ അടിച്ചോ. അടി 1 2 3 4 5 6 7 8 9 കുറയ്ക്ക്. എഫക്റ്റ് ഇല്ല, പക്ഷെ മുഖമൊക്കെ ചോദിക്കുന്നു. ചില മക്കളെ വലയിക്കുണ്ടോ, കാലിൻ്റെ അടിയൊക്കെ ചോദിന്നുണ്ടോ? ഇപ്പോൾ ജിമ്മ് സ്കിപ്പ് ലെഗ് സ്കിപ്പ് ചെയ്തൊക്കെ
തൊള്ള നായാണ് പിന്നെ 15 എൻ്റെ മറ്റേ കൈലാസ് ഭവനെ ഞാൻ പോയി കാണിച്ചു അടി അതെ എല്ലാവരും ഇത് പറ എല്ലാവരും കാലോ അത് നിങ്ങളവിടെ ബാർബർ ഷോപ്പ് എടുക്കും കുറച്ചുണ്ട് 15 പേര് കൊടുക്കും എൻ്റെ മുടി ഒന്ന് മോഡലാക്കാൻ എല്ലാവരും ഗൂഗിൾ മാപ്പ് കയറിയിട്ട് കൈലാസ് ഭവൻ എന്ന് കയറുക. കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരു 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 എന്താ പറയുക ഡു ഫോളോ റിവ്യൂ. എല്ലാവരും മാപ്പ് കയറിയിട്ട് എന്താ ചെയ്യുക കൈലാസ് ഭവൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ചെക്കൻ്റെ അഡ്രസ്സ് കിട്ടും പേരാ. അതിൽ കുറേ ഫോട്ടോസിൻ്റെ അടുത്ത് കണ്ടുകൊണ്ടില്ലാരും. ഞാൻ ഒരു കട്ട് വീഡിയോ എടുക്കണക്കി ഏത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രൈപ്പോഡ് ഒന്നും മതി. ഒരു സിംഗിൾ ഒരു ക്ലിയർ വീഡിയോ എടുക്കണം. ഈ കട്ടാക്കണ്ട. നിന്റെ അല്ലേ ഞാൻ ഒന്ന് ഫ്രെയിം ഒന്ന് ഇടട്ടെ. ട്രൈപ്പോഡ് ഒന്ന് അയച്ചാ ഇത് കട്ട് ചെയ്യാ ഓക്കെ ഓൻ്റെ പറ സൽമാന ഒരു മിനിറ്റ്. ജെബിയെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, മണ്ടന്മാരെ സർട്ടിഫിക്കറ്റ്. ഇത് മാത്രം നായ ജിന്നോട് പറഞ്ഞേ ശരിയാക്കി തരട്ടാ. അടി ഫ്രെയിം ഉണ്ട് ഇവിടെ അവിടെ എടേ സൽമാൻ അതാ പോരട്ടോ ബസ് സ്റ്റാമിനില്ല. അടി കൈ 3 അടിച്ച് ഓ പ്രാന്താ നിനക്ക് വട്ടാടാ. അടി തുർക്കി ജാമോ എടാ മരുന്നിന് എഫക്റ്റ് ആവുന്നുണ്ട്. ചിരിയെടുത്താ കാണിയാലോ ചിരിയെടുത്താ കാണിക്കടാ. സത്യം ചിരിയെടുത്താ കാണില്ല. എയർപോർട്ട് എനിക്കൊന്നും ആയില്ലടാ എനിക്ക് ചൊറിയില്ലടാ. എത്ര മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത്. പ്രീ വർക്കൗട്ട് എഫക്റ്റ് ആണ്. പ്രീ വർക്കൗട്ട് എഫക്റ്റ് എല്ലാവർക്കും മസിലിനാണ് ഏൽക്കുക. പക്ഷെ ഇവന് തലക്കേറ്റത് പ്രീ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. കമോൺ ഗായ്സ്, ഞങ്ങളിന്ന് അടിച്ച പ്രീ വർക്കൗട്ട് ഞങ്ങൾ കാട്ടിത്തരാം. ഇതാ എല്ലാവരും മസ്റ്റ് ആണ്. 400 mg കഫീനാണ് ലെജൻഡറി ന്യൂട്രീഷൻ്റെ. അബു അടിച്ചിട്ട് അബുവിന് കിറങ്ങീന്. ഇതപ്പോൾ അബുവും കോച്ചും കൂടി കളിക്കുന്നു. എടാ അബു ശരിക്കും എല്ലാവർക്കും മസിലായിരിക്കണേ. ഇവന് തലക്കാ എടാ അബു എടാ അറ്റാക്ക് വരിച്ച കയ്യ ബുദ്ധി. എടാ അബു ജനിച്ചപ്പോ നീ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞിട്ടോ. എന്താ അബു
ചിരിപ്പിക്കണതാ. ഇയ്യല്ലേ ചിരിക്കുന്ന ആരും ചെറുപ്പിക്കുന്നുണ്ടോ? കാര്യമില്ല. എന്ത് പറ്റിയിട്ട് സാധനം ഞാൻ തന്നാന്ന് പറയും കേട്ടോ. ഫുള്ള് വ്ളോഗിലുണ്ട്. അപ്പൊ വണ്ടി വിളിക്കണോ? അപ്പൊ ഇങ്ങനെ ചിരിച്ചു കണ്ടോ? ഇത് കണ്ട ബൈക്ക് എടാ സത്യം പറയാ എനിക്കൊന്നും ആയില്ലടാ. ചണ്ടാനെ എന്താ കളിക്കുന്നത്? നിർത്താൻ കളിയാറാ. തൈരടിച്ച മാറോ? അമ്മു ചേച്ചി മറ്റേ വെള്ളം എടുത്ത് വരുന്നുണ്ട്, ഐസ് വാട്ടർ. തലേ കൂടി വെക്കി. ഓ സ്നേഹമുണ്ട് ചേച്ചിക്ക് കുറച്ചാണ് ചേച്ചി. കുടിക്കാനല്ല, തലേ കൂടി വെക്കി. ഇരിക്കുന്നല്ല, അല്ലണ്ട നിലത്തിരിക്കും. ബൈക്കൊക്കെ മെനിയോ. താങ്ക് യു. അതിലൊരു പ്രത്യേകതര സൗണ്ട്. ചിരിപ്പിക്കണതാ. അല്ല ഇവിടുന്ന് ഫോട്ടോക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകും. ചിരിപ്പിക്കണടാ. ഞാൻ അന്വേഷിച്ചടാ. ചെറിയ ഐറ്റം കേട്ടോ. അച്ഛൻ നോക്ക്, മുഖൊക്കെ ചീർത്തിക്കണ്. ഇവിടൊക്കെ ഫുള്ള് റെഡായിന്. എനിക്കൊന്നും ആയില്ലല്ലോ. അച്ഛോ എനിക്കൊന്നും ആയില്ല, ഞാൻ അഭിനയിച്ചതാണ്. എനിക്കൊന്നും പ്രശ്നമില്ല. മൂക്കൊക്കെ ഡബിൾ ആയിക്കണ്. വരുമ്പോ എന്താ അടിച്ചിനോ? രണ്ടും കൂടി കെമിക്കൽ റിയാക്ഷൻ ആയതാ. എല്ലാവർക്കും മസിലിനെ ബാധിക്കില്ല, തലക്കടാ. നാളെ ചിരിച്ചാണ് ആളെ ചിരിപ്പിക്കുക. ചിരി നിർത്താൻ നോക്കും, ആ ബാക്ക് വന്ന് ചിരിപ്പിക്ക. നാളെ നാളെ കിടന്നുറങ്ങണം. ഈ വർക്കൗട്ട് ആമസോൺ വ്യൂ പോയിന്റ് കയറും. യൂണിവേഴ്സിറ്റി അല്ല, നാളെ ആമസോൺ വ്യൂ പോയിന്റ്. ഔട്ട്ഡോർ ഇല്ല, ഔട്ട്ഡോർ തന്നെ ആമസോൺ വ്യൂ പോയിന്റ്. ജിമ്മിന്റെ ഉള്ളിലല്ലോ ആമസോൺ വ്യൂ പോയിന്റ്. എവിടാണത്? നാളെ 4:15 രാവിലെ. ചൊറിഞ്ഞില്ല. ഇവരെന്തോ കളിക്കുന്നു ഗൈസ്. കുറച്ച് പോകണ്ടല്ലോ അല്ലേ? അത്രേ ഉള്ളൂ, 1 മണിക്കൂറുള്ളൂ. പോലെ ഞാൻ പണി നാളെ എടാ പിന്നെ അത് കിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ. പണി ലീവാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വരുന്നുണ്ട്. ഞാൻ ഫോൺ സ്റ്റോപ്പാക്കി ഇടണം, എന്നാൽ എന്നെ വിളിക്കൂല. പോണ്ട ചോപ്പാക്കിരാ. വെയിറ്റ് കണ്ടിരുന്നു. പിന്നെ എന്റെ കാല് വേണ്ടേ? കാലിക്ക് വേണയാ വെയിറ്റ് കുറയ്ക്കണോ? എടാ മജ ചെറിയ വെയിറ്റ് ചെയ്തടാ, വെയിറ്റ് പോകൂല. ആരെ പറഞ്ഞേ? അടിച്ചാരെങ്കിൽ അവർക്ക് ഒരു വിരലോണ്ട് അടിച്ചാൽ എനിക്കൊന്നും ആയില്ലല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊന്നും ആയില്ല. ബൈക്ക് അടിച്ചോ? എന്തിനാ കുറച്ചു നേരം ഞാൻ നോക്കല്ലേ? ആ അടിച്ചേണ്ടി വരും. എന്നോട് പറഞ്ഞ 30 അടിച്ചേണ്ടി വരും. അല്ല ഓനക്കല്ല എനക്കടിച്ചു. അതല്ല അടിച്ചോ? 15 15 അടിച്ചോട്ടെ. കിടിലേ വ്യൂ. ഒരു ബിരിയാണി എന്നാ തിന്നൂല്ലേ ജി? വാൻ അടിച്ചു പിടിച്ച് എന്താ സാധനം അടിച്ചിറങ്ങി
പക്ഷേ പ്രീ വർക്കൗട്ട് അടിച്ചേ ഇതിന് 200 അടിക്കും. ആ അടി വരട്ടെ. അപ്പം ബാക്കി വിശേഷങ്ങൾ ആടും ഇന്നത്തെ മാസം സത്യാവസ്ഥ പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു ലെഗ് ഡേ? മോനെ രക്ഷയില്ല സത്യം പറയട്ടോ. ലൈഫിൽ ആദ്യമല്ലേ ഈ ലെഗ് ഡേ എങ്ങനെയൊക്കെ കളിച്ചത്? സത്യം അതായത് ഇത്ര കാലം അവിടെ ലെഗ് വെച്ചിട്ടാ എങ്ങനെയാണോ കളിച്ച് ആരുടെ പോകാല. അത് പ്രത്യേകിച്ച് രാവിലെ ആയാലും വേറൊന്നുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെയൊക്കെ അവന് കഴിയണിരിക്കും. ശരിക്കും ഒരു ലെഗ് ഡേ എങ്ങനെ അറിയോ? വരും വയർക്കൂല, വരും കിട്ടണ വെയിറ്റ് എടുക്കും, കളിക്കും പോകും. തന്നെ അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. വരും 3 നാൾ അതേമാതിരി തന്നെ റിട്ടേൺ പോകും. ലെഗ് കളിച്ച ഒരു ഇതേ കാണൂല, വരാ വെയിറ്റ് എടുക്കുക, കളിക്കാൻ പോവാം. പക്ഷെ ഇന്ന് ശരിയായ കളി കിട്ടിക്കുന്നത്. രണ്ട് ലെഗൊക്കെ ഇപ്പോഴും പമ്പ് കിട്ടില്ല. കളി കഴിഞ്ഞ് 10 മിനിറ്റ് ഇപ്പോഴും പമ്പ് കിട്ടിട്ടില്ല. ബാക്കി എഫക്റ്റൊക്കെ നാളെ കാണാം. ഇന്ന് പ്രീ വർക്കൗട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പൊന്നാർ ഹബീബിൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവും. എൻ്റെ മുഖത്ത് എന്ത് മനസ്സിലാവും നിങ്ങൾക്ക്? ഇന്നത്തെ പ്രീ വർക്കൗട്ടിൻ്റെ സൈഡ് എഫക്റ്റ് ഫുള്ള് ചൊറിച്ചിലും കണ്ണൊക്കെ ഇങ്ങനെ ചെവിക്ക് ഫുള്ള് ചൊറിഞ്ഞ് പണ്ടറങ്ങി. ജിമ്മിൽ കുട്ടികളെ കളിക്കുക ഇവരൊക്കെ ചെയ്യണ്ടേ? ജിമ്മിൽ എന്താ കളിക്കണ വരെ കുട്ടികളെ കളിക്കുന്നത്? ഇതാണ് നമ്മളെ ഇവിടുത്തെ മെയിൻ ജിമ്മുണ്ടോ. വാവ് സീൻ സാധനം. ഇത് കാക്ക ഒക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഓക്കെ, ഇത് നമ്മളെ ജിമ്മൻ്റെ സാക്കു ചിപ്പു. ഇത് നമ്മളെ ജബീൽ. ഇത് നമ്മളെ ചേച്ചി സ്പൈഡർമാൻ ചേച്ചി. ഇത് നമ്മളെ ട്രെയിനർ. ഇതാണ് നമ്മളെ റോസി അണ്ണൻ. കറക്റ്റില്ലേ? അപ്പം സുഹൃത്തുക്കളെ ഇന്നത്തെ ഇത് മൈക്ക് ഇത് മാറ്റണം, മറ്റേ എടുക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് കണ്ടിരുന്നു. കിട്ടില്ല വ്ളോഗ്. അതൊക്കെ പേഴ്സണലി വിടണ. ഓ ഇവിടാമല്ലോ. ഓക്കെ, അബു സാലിം. അതെ പേര് വെക്കോ? നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ എളിയ വ്ളോഗ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടണമെന്ന് തായ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അസ്സലാമു അലൈക്കും.